എന്നെക്കാളും സൂക്ഷിക്കേണ്ടത് സിദ്ധു. സിദ്ധു അവളെ കെട്ടാൻ പോവല്ലേ. ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. ആ പിന്നെ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കല്യാണം വേണ്ടെന്ന് വെക്കാൻ പറയുക. ഞാൻ പറഞ്ഞ ഇവര് കേക്കോ? അസൂയ കൊണ്ട് പറയാണെന്ന് വിചാരിക്കും. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് നാളെ ആരും ചോദിക്കാൻ പാടില്ലല്ലോ. അതെ, ആ പ്രേമിച്ചോട് പറഞ്ഞാൽ മതി. അവർക്ക് ഇതിന്റെ ഗൗരവം വേഗം മനസ്സിലാവും. ആ എന്നാ ശരി. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ അടുത്തന്നെ ഈ വീട് വിട്ട് പോവും. അയ്യോ സന്തോഷം. അതിനു മുൻപ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ട് എനിക്ക്. അയ്യോ വേണ്ടായേ, നിന്റെ ഒരു നന്മയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പറയല്ലേ, ചേച്ചിക്കും കൂടി ഗുണമുള്ള കാര്യ. അയ്യോ എനിക്ക് കേക്കണ്ടായേ. വേണ്ടെങ്കി വേണ്ട. സിദ്ധുവേട്ടനടുത്ത് തന്നെ ഒരപകടം സംഭവിക്കും. അത് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ വേണ്ട. ദുഷ്ടേ, നാവിന് എല്ലില്ലെന്ന് കരുതി എന്ത് പറയാനാന്നോ? ഇത് ഞാൻ പറഞ്ഞതല്ല, ജോത്സ്യം പറഞ്ഞത്. ആ വീട്ടിലെ ആത്മാക്കള് താമസം തുടങ്ങിയത്രേ. ഒരു ഭാഗത്ത് സുധി, വേറൊരു ഭാഗത്ത് നിത്യ. രണ്ടും ദുർമരണങ്ങളായിരുന്നല്ലോ. ദേവികയുടെ ജാതകത്തിലാണെങ്കിൽ ഭർത്തൃദോഷമുണ്ട്. അവൾക്ക് ഭർത്താവ് വാഴില്ല. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് സിദ്ധുവേട്ടൻ ആ വീട്ടിൽ താമസം തുടങ്ങിയ അതോടെ തീരും സിദ്ധുവേട്ടന്റെ ജീവിതം. സത്യമാണോ നീ പറയുന്നൊക്കെ? ഞാൻ എന്തിനാ നുണ പറയുന്നേ? എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കായിരുന്നു. സിദ്ധുവേട്ടൻ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? എന്നിട്ടും ഞാനിതിവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടുന്ന് കഴിച്ച ഭക്ഷണത്തോടുള്ള കടപ്പാടുണ്ട്. സ്വന്തം അനിയനെ നഷ്ടപ്പെടണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി ഇതിൽ കാര്യമായിട്ട് ഇടപെടണം. ഞാൻ പറഞ്ഞത് വിശ്വാസം വരുന്നില്ലെങ്കിൽ വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ജോത്സ്യനെ കൊണ്ട് ചേച്ചി ഒന്ന് നോക്കിക്കേ. പ്രശ്നമാണ് ചേച്ചി, ദേവികയെ തൊട്ടവൻ പെടും. അതിനവര് കല്യാണം കഴിക്കാൻ ഇരിക്കുവല്ലേ? അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയില്ല. പറഞ്ഞ ഞാൻ ദേഷ്യം കൊണ്ട് പറയാണെന്ന് കരുതും. ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടും ഈ വീടുമായിട്ടുള്ള സകല ഇടപാടുകളും എന്നെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചു. ആരോടും പറയണ്ടെന്ന് പറഞ്ഞ ശരത്ത് ജോത്സ്യം പറഞ്ഞ വിവരങ്ങൾ എന്നോട് പറഞ്ഞത്. എനിക്കത് ചേച്ചിയോട് പറയാതിരിക്കാൻ തോന്നിയില്ല. ഇനിയിപ്പോ എന്ത് വേണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാം. ഒന്ന് ഞാൻ തീർത്തും പറയാം, ഒരു മരണക്കിണറില സിദ്ധുവേട്ടനിപ്പോ. എന്ത് സംഭവിക്കാം? എന്തും. സാറേ, ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നു. പരാതി വിശദമായിട്ട് എഴുതി തന്നേക്കും. സാർ. എന്താടോ? സാറേ, ഒരു മിസ്സിംഗ് കേസാ. ആരാടോ? അമ്മയാ സാറേ. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. എന്നിട്ടെന്താ പരാതി തരാൻ വൈകിയത്? സാറേ, തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിലുള്ള ആളാണ്? അല്ല. പിന്നെന്താ ഇപ്പൊ ഇറങ്ങിപ്പോകാനുള്ള കാരണം? അത് പറഞ്ഞോ? വീട്ടിൽ വല്ല വഴക്കുണ്ടായോ? സാധാരണ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാ സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇന്നലെ രാത്രിയില് അച്ഛനും അമ്മയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. വഴക്കിനിടയില് അച്ഛൻ അമ്മയെ തല്ലി. അതാ പ്രകോപനം. അങ്ങനെ വരട്ടെ.
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വഴക്കുണ്ടായി കാണുമെന്ന്. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ തല്ലിയ ആളിന്റെ പേരെന്താണെന്ന് പറഞ്ഞേ? മനോഹരൻ. മനോഹരൻ. ആ ശരി, താനേ വിശദമായ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോ. ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഓ എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിച്ചറിയിക്കാം. ശരി സാർ. ഞാനിത് കുറെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാ, ഈ അടിച്ചിറക്കൽ. നിന്റെ ഭാഗത്തും തെറ്റുണ്ട് പൊന്നുമണി. ശരവണനെയും കൂട്ടി നീ ആ വീട്ടിൽ പോയി താമസിക്കാൻ പാടില്ലായിരുന്നു. മാഷേട്ടൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇങ്ങനെ ഒരു മുഖം മാഷേട്ടനുണ്ടെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഇതിനിടയ്ക്ക് അവള് വലിഞ്ഞേറി വന്നതാ എല്ലാം കുഴപ്പത്തിലാക്കിയത്. അവളുടെ വരവ് എനിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പോകുന്നത്? ആ ഉപദേശത്തിന് വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. ശരവണൻ എന്ത് പറയുന്നു? അവൻ നിന്റെ കൂടെ നിൽക്കോ അതോ ഭാര്യയുടെ കൂടെ പോവോ? എന്റെ കൂടെ നിൽക്കുന്ന പ്രതീക്ഷ. എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാ ഇത്. എന്റെ അച്ഛനും ഈ സ്വത്തിൽ അവകാശമുണ്ട്. ശരവണനെയും കൊണ്ട് എന്തായാലും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അതല്ലാതെ ഒരു വഴിയാണ് ഞാൻ ആലോചിക്കുന്നത്. ആകെ നാണക്കേടായി തങ്കച്ചി. ശരവണന്റെ കൂടെ കൂടിയ എന്റെ ജീവിതം നശിക്കുന്ന മാഷേട്ട് മുന്നറിയിപ്പ് തന്നതാ. കേട്ടില്ല. ജീവിച്ച് കാണിച്ചു തരാന്ന് ഞാൻ വെല്ലുവിളിക്കുമായിരുന്നു. ആ വെല്ലുവിളിയാ പാഴായി പോയത്. ഞാൻ വീണ്ടും തോറ്റു തങ്കച്ചി. എനിക്കിതിന്ന് എങ്ങനെയെങ്കിലും കരകയറണം. അതിന് തങ്കച്ചി എന്നെ സഹായിക്കണം. ഞാൻ പറയണ പോലെ നീ അനുസരിക്കോ? അനുസരിക്കാം. തർക്കങ്ങളും കേസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നേരിടാനുള്ള ചങ്കൂറ്റം കാണിക്കണം. കാണിക്കാം. പോലീസ് സ്റ്റേഷനിലും കയറേണ്ടി വരും. കേറാം. എന്നാ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. അവരൊത്തുതീർപ്പിന് വരും. രണ്ടായാലും ലാഭം നിനക്ക് തന്നെയാണ്. അത് കൊള്ളാം. ഞാനത് ചെയ്യാൻ പോവാ തങ്കച്ചി.